നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ വിവിധ എയർപോർട്ടുകളിലായിട്ട് ഏതാണ്ട് 4500-ലധികം തൊഴിൽ അവസരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. അത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. മിനിമം ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ മുതൽ ഡിഗ്രിക്കാർക്കും PGക്കാർക്കും വരെയുള്ള അവസരങ്ങളുണ്ട്. അതിൽ ചില റിക്രൂട്ട്മെന്റ് നിങ്ങളൊരു ഗൂഗിൾ ഫോം ജസ്റ്റ് ഫില്ല് ചെയ്ത് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണെങ്കിൽ, ഒരു റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അപ്പം വിവിധ എയർപോർട്ടുകളിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ കേരളത്തിലെ ഉൾപ്പെടെ ഏതാണ്ട് 75,000 രൂപ വരെ പ്രതിമാസ ശമ്പളമുള്ള അവസരങ്ങൾ വരെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ എയർപോർട്ടിലെ റിക്രൂട്ട്മെന്റുകൾ സൂചിപ്പിക്കുന്നതിന് മുമ്പായിട്ട് സൗജന്യമായിട്ട് വിദേശത്ത് PG പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു കിടിലൻ അവസരം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ജർമ്മനിയിലാണ് 100% ഫ്രീ ആയിട്ട് PG പഠിക്കുന്നതിനുള്ള അവസരങ്ങളുള്ളത്. അതും സാധാരണഗതിയിൽ എല്ലാ ഡിഗ്രിക്കാർക്കും അവസരമുണ്ടെങ്കിലും ഒരു 70%-ലധികം മാർക്ക് ഡിഗ്രിക്ക് നേടിയിരിക്കണം. എന്നാൽ ഇപ്പോൾ ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് 55% മാർക്കുള്ള BTechകാർക്കും BSCക്കാർക്കും ഒക്കെ ഒരവസരം ലഭ്യമായിട്ടുണ്ട്. BTechൽ തന്നെ സിവിള്, മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, കെമിക്കലൊക്കെ കഴിഞ്ഞവർക്ക്, അല്ലെ BSc ഫിസിക്സോ ജിയോളജിയോ ഒക്കെ കഴിഞ്ഞവർക്ക്, അല്ലെ BA ഇംഗ്ലീഷ് ഒക്കെ കഴിഞ്ഞവർക്ക് മിനിമം 55% മാർക്ക് ഉണ്ടെങ്കിൽ ഈ സൗജന്യമായി ജർമ്മനിയിലെ PG പഠിക്കുന്നതിനുള്ള അവസരത്തിന് ഇപ്പോൾ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അടുത്ത മാർച്ച് 2025 ഇൻടേക്കിലേക്കാണ് ഈ ഒരു അവസരം ഉള്ളത്. സാധാരണഗതിയിൽ നിങ്ങൾ ഈ ഫ്രീ പഠനത്തിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ APS, അതേപോലെ തന്നെ IELTS ഇതൊക്കെ വേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊന്നും ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റും ബയോഡേറ്റയും ഒക്കെ നൽകിക്കൊണ്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അതിന് വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓർക്കുക, ഈ പഠനം 100% ഫ്രീ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഡിസംബർ ജാനുവരിയുടെ ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം 2025 മാർച്ചിൽ ഈ പഠനങ്ങളിലേക്കൊക്കെ എത്തുവാനായിട്ട് കഴിയും. അപ്പൊ ഈ ഒരു ലിമിറ്റഡ് പീരീഡിൽ ലഭ്യമായിരിക്കുന്ന ഈ ഒരു കിടിലൻ അവസരം മനസ്സിലാക്കുവാനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ നൽകിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്ത് ഈ കിടിലൻ അവസരത്തിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം എയർപോർട്ടുകളിലേക്കുള്ള ആദ്യത്തെ റിക്രൂട്ട്മെന്റ് അത് അനൗൺസ് ചെയ്തേക്കുന്ന AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് ആണ്. ഇത് മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഈ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ജൂൺ 29-ാം തീയതിയാണ്. നോക്കുക, സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, അതേപോലെ തന്നെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, ഈ രണ്ട് തസ്തികകളിലായിട്ടാണ് അവസരങ്ങളുള്ളത്. സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവായിട്ട് 343 ഒഴിവുകളും കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവായിട്ട് 706 ഒഴിവുകളുമാണ് ഈ AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിൽ ലഭ്യമായിരിക്കുന്നത്. മുമ്പ് എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസസ് ലിമിറ്റഡ് എന്ന് അറിയപ്പെട്ടിരുന്ന കമ്പനിയായിരുന്നു ഈ AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ്. അപ്പോൾ ഇവരാണ് ഇന്ത്യൻ നാഷണൽസ്, അത് മെയിൽ ഫീമെയിൽസിനൊക്കെ വേണ്ടിയിട്ട് മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒരു കോൺട്രാക്ട് ബേസ്ഡ് ആയിരിക്കും, 3 ഇയേഴ്സിനായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ്. ഒരു പക്ഷേ പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടേക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഒരു വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഈ സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവായിട്ട് അപ്ലൈ ചെയ്യുവാനായിട്ട് 10+2+3, അതായത് 10th കഴിഞ്ഞ് +2 കഴിഞ്ഞ് 3 ഇയർ ഡിഗ്രിയും കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. എന്നാൽ ഈ സീനിയർ കസ്റ്റമർ എക്സിക്യൂട്ടീവായിട്ട് അപ്ലൈ ചെയ്യുവാനായിട്ട് 5 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് റിസർവേഷന്, ഫെയർസ്, ടിക്കറ്റിങ്, കമ്പ്യൂട്ടറൈസ്ഡ് പാസഞ്ചർ ചെക്ക്, അല്ലെ കാർഗോ ഹാൻഡ്ലിംഗ്, ഈ മേഖലയിലൊക്കെ ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ പ്രൊവിഷൻസി കാണണം, അതേപോലെ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ സംസാരിക്കാൻ കഴിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 28,605 രൂപയായിരിക്കും ശമ്പളം. ജനറൽ കാറ്റഗറിയിൽ 33 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ ഈ OBCക്കാർക്കും SC/STക്കാർക്കും ഒക്കെ ഒരു 5 വർഷത്തെ വരെ ഇളവ് ലഭ്യമാണ്. എന്നിട്ട് ആ ജോലിയുടെ സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആ ജോലിയുടെ ഒരു നേച്ചറും കൂടി ഇവിടെ നൽകുന്നുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന പോലെ പാസഞ്ചർ ചെക്ക് ഇൻ, നമ്മൾ എയർപോർട്ടിലേക്ക് ചെല്ലുമ്പോഴുള്ള ചെക്ക് ഇൻ പ്രോസസ്സ്,
അല്ലെങ്കിൽ എയർലൈൻ ടിക്കറ്റ് റിസർവേഷൻ പരിപാടികൾ, ബോർഡിങ്, അതേപോലെ തന്നെ ടെർമിനലിലുള്ള മറ്റു ഫങ്ഷൻസ്, പാസഞ്ചേഴ്സിൻ്റെ ഒക്കെ ഗ്രീറ്റ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ ജോലികളായിരിക്കും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളത്. അതേപോലെ തന്നെ രണ്ടാമത്തെ പൊസിഷന് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്. ആദ്യം സൂചിപ്പിച്ച സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ഈ ഒരു വേക്കൻസി എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ്. ഇതും 10th കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാവുന്നത്. അവർക്ക് 10th 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. കാര്യങ്ങൾ ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. ഈ ഒരു വേക്കൻസിയും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം, എക്സ്പീരിയൻസ് ഒന്നും സൂചിപ്പിക്കുന്നില്ല. എന്നാൽ ഇവരൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു കാൻഡിഡേറ്റ്സ് ഹാവിംഗ് എയർലൈൻ അല്ലെ കാർഗോ അല്ലെ GHA അല്ലെ എയർലൈൻ ടിക്കറ്റിംഗ് എക്സ്പീരിയൻസ്, അങ്ങനെയുള്ളവർക്ക് പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ സംസാരിക്കാൻ കഴിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 27,450 പ്രതിമാസ ശമ്പളം. 28 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇവിടെയും ജോലിയുടെ സ്വഭാവം ഓൾമോസ്റ്റ് സിമിലർ ആണ്. പാസഞ്ചറിന്റെ ചെക്കിന്, അതേപോലെ ടിക്കറ്റ് റിസർവേഷന്, ബോർഡിങ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ ഇത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആണ്. മുമ്പ് സൂചിപ്പിച്ച സീനിയർ കസ്റ്റമർ എക്സിക്യൂട്ടീവ് ആണ്. അവിടെ നിങ്ങൾക്ക് മിനിമം 5 ഇയേഴ്സിൻ്റെ എങ്കിലും എക്സ്പീരിയൻസ് വേണം. ഇവിടെ എക്സ്പീരിയൻസ് വേണമെന്നില്ല, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്രിഫേർഡ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ജോലിയുടെ നേച്ചറും വേക്കൻസികളും ഒക്കെ നമ്മൾ കണ്ടു. ഇനി എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഒരു ഗൂഗിൾ ലിങ്ക് നൽകിയിട്ടുണ്ട്, അത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് ജസ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അവർക്ക് 1-ാം തീയതി ജൂലൈ പ്രകാരമാണ് എലിജിബിലിറ്റി കണക്കാക്കുന്നത്. അപ്പോൾ ഏജ് ഒക്കെ കണക്കാക്കുന്ന 1-ാം തീയതി ജൂലൈ പ്രകാരമാണ്. അപ്പോൾ അങ്ങനെ എലിജിബിലിറ്റി ഉള്ളവർക്ക് 14-ാം തീയതി ജൂലൈക്ക് മുമ്പായിട്ട് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഇത് ഫില്ല് ചെയ്തിട്ട് ഇവർ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളെ അറിയിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാം. റിക്രൂട്ട്മെന്റിൽ ഇന്റർവ്യൂയുടെയൊക്കെ ബേസിസിലായിരിക്കും ഫർദർ സെലക്ഷൻ പ്രോസസ് അല്ലെ ഇന്റർവ്യൂവിലൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ വിളിക്കും. അങ്ങനെയുള്ളവർക്ക് ആ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്തുകൊണ്ട് തന്നെ ഈ അവസരങ്ങളിലേക്ക് എത്താം. ഫീസ് ഒന്നും ഇപ്പം നൽകേണ്ടതില്ല. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുവാണെങ്കിൽ 500 രൂപ DD ആയിട്ട് AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിന് പേ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെ ഇന്റർവ്യൂവിന് വിളിച്ചാൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കയ്യിൽ കരുതണം? പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് യുവർ ഡോക്യുമെന്റ്സ്, അതൊക്കെ ഇന്റർവ്യൂവിന് വിളിച്ചാൽ നിങ്ങൾ കയ്യിൽ കരുതണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. ഈ ലിങ്ക്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് മനസ്സിലാക്കി ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ സിമ്പിളായിട്ട് ഒരു ഗൂഗിൾ ലിങ്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ മുംബൈ എയർപോർട്ടിൽ ലഭ്യമായിരിക്കുന്ന ഏതാണ്ട് 1000-ലധികം ഒഴിവുകളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇതിവിടെ അവസരങ്ങൾ ഉള്ളത് മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മുടെ കേരളത്തിലെ അവസരങ്ങൾ അടുത്ത റിക്രൂട്ട്മെന്റിലാണ്, അത് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. അപ്പോൾ നോക്കുക, AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് മറ്റൊരു വമ്പൻ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 3000-ലധികം ഒഴിവുകൾ ഇവിടെ ലഭ്യമാണ്. ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് ഹാൻഡിമാൻ മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. 2216 ഒഴിവുകളാണുള്ളത്. അതേപോലെ തന്നെ യൂട്ടിലിറ്റി ഏജന്റ് ആയിട്ട് 22 ഒഴിവുകളുണ്ട്. യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവറായിട്ട് 263 ഒഴിവുകളുണ്ട്. റാം സർവീസ് എക്സിക്യൂട്ടീവ് ആയിട്ട് 406 ഒഴിവുകളുണ്ട്. അപ്പം പാരാ മെഡിക്കൽ കം കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് 3 ഒഴിവുകൾ. ജൂനിയർ ഓഫീസർ കാർഗോ 56 ഒഴിവുകൾ. അതേപോലെ ജൂനിയർ ഓഫീസർ ടെക്നിക്കൽ 91 ഒഴിവുകൾ. ഇങ്ങനെ വിവിധ തസ്തികകളിലായിട്ട് 3000-ലധികം ഒഴിവുകളുണ്ട്. ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം, ഹാൻഡിമാൻ മെയിൽ ഇതാണ് 2216 ഒഴിവുകളുള്ളത്. ഇത് മിനിമം 10ാം ക്ലാസ് എങ്കിലും ഒക്കെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക്, ഫ്രഷേഴ്സിനൊക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഇതിൻ്റെ യോഗ്യതയും കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിക്കാം. അതിന് മുമ്പായിട്ട് ഇതിലൊക്കെ നിങ്ങൾ അപേക്ഷ കാത്തിരിക്കേണ്ടതൊന്നുമില്ല, വോക്കിൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം. അപ്പോൾ ഈ ആദ്യം സൂചിപ്പിച്ച 15 വിവിധ തസ്തികകളുണ്ടല്ലോ, ഇതിലേക്ക് മുഴുവനുമുള്ള വോക്കിൻ ഇൻ്റർവ്യൂ 12-ാം തീയതിയും 13-ാം തീയതിയും ജൂലൈയിൽ വെച്ച് നടക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ള ഹാൻഡിമാൻ അല്ലെങ്കിൽ റാം സർവീസ് എക്സിക്യൂട്ടീവ് ഇവിടേക്കൊക്കെയുള്ള ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ള ഹാൻഡിമാൻ എന്ന തസ്തികയിലേക്ക് 2216 ഒഴിവുകൾ, അതിലേക്കുള്ള വോക്കിൻ ഇൻ്റർവ്യൂ 16 ജൂലൈയിലാണ് നടക്കുന്നത്.
അതേപോലെ തന്നെ റാം സർവീസ് എക്സിക്യൂട്ടീവ്, യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവർ. ഈ 2 തസ്തികകളിലേക്കുള്ള ഇന്റർവ്യൂ 14, 15 തീയതികളിൽ നടക്കുന്നുണ്ട്, ജൂലൈ. അപ്പോൾ ഓരോ തീയതികളിലും 9:30-ക്കും 12:30-ക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് അവസരങ്ങളിലേക്ക് എത്താം. വോക്ക് ഇൻ നടക്കുന്നത് മുംബൈയിലാണ്. മുംബൈയിലുള്ള എയർപോർട്ടിൻ്റെ ടെർമിനൽ 2-ൽ വെച്ചിട്ടായിരിക്കും ഈ വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുക. അപ്പം ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ, ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് ഹാൻഡിമാൻ മെയിലാണ്. 2216 ഒഴിവുകളുണ്ട്. അതിൻ്റെ ഇൻ്റർവ്യൂ ജൂലൈ 16-ാം തീയതി മുംബൈയിൽ വെച്ചിട്ടാണ്. ബാക്കി എല്ലാ ഇൻ്റർവ്യൂ മുംബൈയിൽ വെച്ചിട്ടാണ്, പക്ഷേ മറ്റ് ദിവസങ്ങളിലായിരിക്കും. അപ്പോൾ ഇനി ഇതൊരു കോൺട്രാക്ട് ജോലി ആയിരിക്കും എന്ന് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. 3 ഇയർ കോൺട്രാക്റ്റ് ആയിരിക്കും. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അവസരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ചില കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഈ ടെർമിനൽ മാനേജർ, പാസഞ്ചർ, ഇതൊക്കെ 75,000 രൂപ പ്രതിമാസ ശമ്പളമുള്ള അവസരങ്ങളാണ്. പക്ഷേ എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമാണ്. MBA വിത്ത് എക്സ്പീരിയൻസ് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ തസ്തികയിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്, ആ ജോലിയുടെ നേച്ചർ എന്താണ് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. ജൂനിയർ ടെർമിനൽ മാനേജർ ഉണ്ട്, അതേപോലെ തന്നെ ഡ്യൂട്ടി മാനേജർ, പാസഞ്ചർ, ഇങ്ങനെ കുറേ തസ്തികകളുണ്ട്. എന്നാൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണ്ടാത്ത ചില അവസരങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. ജൂനിയർ ഓഫീസർ ടെക്നിക്കൽ, ഇവിടെയൊക്കെ കുറേ ഒഴിവുകളുള്ള ഒരു തസ്തികയാണ്. ഇതൊക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, പ്രൊഡക്ഷൻ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇങ്ങനെയൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഹാൻഡിമാൻ മെയിൽ, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. 2000-ലധികം ഒഴിവുകളുണ്ട്. മിനിമം 10ാം ക്ലാസ് എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇംഗ്ലീഷ് വായിക്കാനും ഒക്കെ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ലോക്കൽ ലാംഗ്വേജ്, ഹിന്ദി ലാംഗ്വേജും ഒക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. 22,530 ഇതിൻ്റെ ശമ്പളം നൽകുന്നത്. 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. എന്നാൽ OBC-ക്കാർക്കും അല്ലെ SC/ST-ക്കാർക്കും ഒക്കെ ചില ഏജിൽ കുറേ റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെയുള്ളവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്താണ് ഈ ഹാൻഡിമാൻ്റെ ജോലി? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ എയർപോർട്ടുകളിലെ ബാഗേജ്, കാർഗോ ഒക്കെ ലോഡ് ചെയ്യുക, അൺലോഡ് ചെയ്യുക, അതൊക്കെയാണ് ഈ ട്രോളികളിൽ വരുന്ന കാര്യങ്ങളും അങ്ങനത്തെ ക്യാബിൻ ക്ലീനിങ്, ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഈ ഹാൻഡിമാൻ്റെ ജോലികൾ. അപ്പം 3 ഷിഫ്റ്റുകളിൽ മാറി മാറിയൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. യൂട്ടിലിറ്റി ഏജൻറ്റും ഒക്കെ മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക്, എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. എന്നാൽ കൂടുതൽ ഒഴിവുകൾ ഹാൻഡിമാൻ എന്ന തസ്തികയിലേക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ ജോലിയുടെ ഒരു നേച്ചറും ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമൊക്കെ നൽകുന്നുണ്ട്. ഹാൻഡിമാൻ, യൂട്ടിലിറ്റി ഏജൻ്റ് ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുവാനായിട്ട് ഒരു ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ്, നിങ്ങളുടെ വെയിറ്റ് ലിഫ്റ്റിങ്ങും റണ്ണിങ്ങും അങ്ങനത്തെയൊക്കെ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷനൊക്കെ നടക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക, ആ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. അപ്പോൾ നിങ്ങളുടെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഇവിടെ നൽകുന്നുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം ഓർക്കുക, ഏതാണ്ട് 3000-ലധികം ഒഴിവുകളിലേക്ക് മുംബൈ എയർപോർട്ടിൽ ലഭ്യമായിരിക്കുന്ന വോക്ക് ഇൻ ഇൻ്റർവ്യൂവിലൂടെ എത്താവുന്ന അവസരങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ജൂലൈ 12-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള തീയതികളിലായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് മനസ്സിലാക്കാം. കേരളത്തിലെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, കിയാൽ എന്നാണ് അറിയപ്പെടുന്നത്. കൊച്ചിയാണ് സിയാലാണ്, ഇത് കിയാലാണ്, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. അവിടേക്ക് കോൺട്രാക്ട് ബേസിസിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. 4 തസ്തികകളിലാണ് കണ്ണൂരിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. സൂപ്പർവൈസർ ARFF 2 വേക്കൻസികളാണുള്ളത്. അപ്പം അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷനൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. 12th പാസ് വിത്ത് BTC ഫ്രം ACAO റെക്കഗ്നൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് 45 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 42,000 ആയിരിക്കും കൺസോളിഡേറ്റഡ് പേ പാക്കേജ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്ററായിട്ട് 5 വേക്കൻസികളുണ്ട്. ഇവിടെയും 12th പാസ് വിത്ത് BTC ഫ്രം ICAO റെക്കഗ്നൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ, അതേപോലെ തന്നെ എക്സ്പീരിയൻസ്, ആദ്യത്തേതിൽ സൂപ്പർവൈസറിലേക്ക് 7 വർഷം എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്ററിലേക്ക് 3 മുതൽ 6 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ കഴിയും. ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ എന്നുള്ള മറ്റൊരു തസ്തികയിലും 5 ഒഴിവുകളുണ്ട്.
ഇവിടെയും 12th ക്ലാസ് വിത്ത് BTC ഫ്രം ICAO റെക്കഗ്നൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും ഇവിടെ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. ഇവിടെ ശമ്പളം 25,000 ആയിരിക്കും പ്രതിമാസം. 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. ഓർക്കുക, എല്ലാ പോസ്റ്റിലേക്കും ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ പ്രധാനപ്പെട്ടാണ്. 6x6 വിഷൻ കാണണമെന്നും കണ്ണാടി ഇല്ലാതെ തന്നെ കാണണമെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഹൈറ്റ് 167 സെൻറ്റിമീറ്ററിൽ കുറയല്ല എന്നും ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാതെ തന്നെ 81 സെൻറ്റിമീറ്റർ കാണണമെന്നും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. 55 കിലോയിൽ മേളിൽ വെയിറ്റ് കാണണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ആ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. അപ്പോൾ നോക്കുക, 10 ജൂലൈ 10-ാം തീയതി 5 PM വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപേക്ഷിക്കേണ്ട ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. അപ്പോൾ നോക്കുക, നമ്മളുടെ കിയൽ, അതായത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ 3 തസ്തികകളിലേക്ക് നടക്കുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ 3 എയർപോർട്ട് ഒഴിവുകൾ, അതിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ് സൂചിപ്പിച്ചത്. നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവോ, വോക്ക്-ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ടോ ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.